ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. കുട്ടികൾ കളിക്കുന്നതിനിടെ പേരയ്ക്ക മോഷ്ടിച്ചെന്ന് ആരോപിച്ച് 12 വയസ്സുകാരന് ക്രൂരമർദ്ദനം. സ്ഥല ഉടമ ബൈക്കിടിച്ച് വീഴ്ത്തുകയും ചവിട്ടുകയും ചെയ്തതായി കുട്ടി പറഞ്ഞു. ബന്ധുക്കൾ പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകി. മലപ്പുറം പെരിന്തൽമണ്ണയ്ക്കടുത്ത് വാഴയങ്ങാടിയിലാണ് ദാരുണ സംഭവം അരങ്ങേറിയത്. പറമ്പിൽ കളിക്കുന്നതിനിടെ പേരക്ക മോഷ്ടിച്ചെന്നാരോപിച്ച് സ്ഥലമുടമ 12 വയസ്സുള്ള ആൺകുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. കുട്ടിയെ ബൈക്കിടിച്ച് വീഴ്ത്തുകയും നിലത്തിട്ട് ചവിട്ടുകയും ചെയ്തതായി കുട്ടി നൽകിയ മൊഴിയിലും പരാതിയിലുമുണ്ട്. കാലിന്റെ എല്ലു പൊട്ടിയ കുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് പഞ്ചായത്തിലെ വാഴയങ്ങടയിൽ ഞായറാഴ്ച വൈകിട്ടോടെയായിരുന്നു അക്രമം. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഫുട്ബോൾ കളി കഴിഞ്ഞു പോവുകയായിരുന്ന കുട്ടികൾക്കാണ് മർദ്ദനമേറ്റത്. കുട്ടികൾ മടങ്ങുന്നതിനിടെ ബൈക്കുമായി സ്ഥലത്തെത്തിയ സ്ഥലമുടമ പരുക്കേറ്റ കുട്ടിയെ ഇടിച്ചു വീഴ്ത്തി മർദ്ദിക്കുകയായിരുന്നു. തന്നെയും സുഹൃത്തുക്കളെയും സ്ഥലമുടമ മർദ്ദിച്ചെന്നും തന്നെ മർദ്ദിച്ചതിനു ശേഷം മറ്റൊരു കുട്ടിയെ മർദ്ദിക്കാൻ ശ്രമിച്ച സ്ഥലമുടമയുടെ ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് സ്ഥലമുടമയ്ക്കും പരിക്കേറ്റതായും കുട്ടി പറഞ്ഞു. ഞങ്ങൾ പണ്ടുകളി കഴിഞ്ഞ് അപ്പോൾ തോൺക്കാരന്മാർ ബാക്ക് പറഞ്ഞിട്ട് ഞങ്ങളേറ്റ ബാക്കിലാണ് തീർച്ചയായിട്ടും വണ്ടി പോയി. അപ്പോൾ ഇയാൾ വന്നിട്ട് ആദ്യം ഇയാൾ വന്നിട്ട് എൻ്റെ തോൺക്കാരന്മാരെ അടിച്ചു. പിന്നെ ഇയാൾ എപ്പി വന്നിട്ട് എൻ്റെ കാലിൽ ചോട്ടി ആദ്യം ഇടിച്ചിട്ട് എന്നാൽ കിടക്കുമ്പോൾ ചോട്ടി. ആളൊന്നും പറഞ്ഞില്ല. ആളിടിച്ചിട്ട് ആള് പോയി. എന്നിട്ട് തോൺക്കാരോ അപ്പുറത്തെ വരേക്ക് പോയിട്ട് ആളാൻസനെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയി. അവരെങ്ങനെ ആശുപത്രി കൊണ്ടുവന്നു? ആളാണ് നാല് പിന്നെ വന്നു. പിന്നെ അടിച്ചോടെ പിന്നെ വേറെ ചെക്കനെ തോന്നിയിട്ടു. അപ്പൊ ഇയാള് പോയിട്ട് പോസുകാലം മരിച്ചു. ആളെ കാലിന്റെ ഒരു മുടി പോസുകാലിന്റെ അവിടെ പോയി. സംഭവത്തിൽ കുട്ടിയുടെ ബന്ധുക്കൾ പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകി. പെരിന്തൽമണ്ണ പോലീസ് ആശുപത്രിയിലെത്തി കുട്ടിയുടെയും മാതാപിതാക്കളുടെയും മൊഴി രേഖപ്പെടുത്തി. കാലിന് പൊട്ടലുള്ളതിനാൽ ശസ്ത്രക്രിയ വേണ്ടിവരുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നതെന്നും ശസ്ത്രക്രിയയ്ക്ക് 1 ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്നും കുട്ടിയുടെ മാതാപിതാക്കൾ അറിയിച്ചു.